ലുലു മോളിൻ്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി നോക്കിയാലോ? ഈ മോളിൽ 100 കണക്കിന് ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ ലുലു ഗ്രൂപ്പിന്റെ ബ്രാൻഡുകൾ വളരെ കുറവാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ, ലുലു കണക്ട്, അങ്ങനെ കുറച്ച്. ആദ്യം കണ്ടാൽ നമുക്ക് തോന്നുന്നത് എന്താ? ഇത്രയും വലിയ മോൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം ബ്രാൻഡുകൾ ഇത്ര കുറവോ? ലുലു വെറും ഒരു റീറ്റെയിൽ ബ്രാൻഡ് അല്ല, അവരൊരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ബ്രാൻഡും ഇവിടെ വാടക കൊടുക്കുന്നുണ്ട്, കോമൺ ഏരിയ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കുന്നുണ്ട്, അഡ്വർടൈസിംഗ് സ്പേസിന് പണം കൊടുക്കുന്നുണ്ട്, ഇവൻറ്റ്സ് നടത്താൻ പണം കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് സൈക്കോളജി ഉപയോഗിച്ചിട്ടാണ് ഓരോ സ്പേസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ് പലപ്പോഴും ഒരു എൻഡിലാണ് കാണുക. കാരണം അവിടേക്ക് നടക്കുമ്പോൾ ഇടയിൽ വരുന്ന 100 കണക്കിന് കടകൾ നിങ്ങൾ കാണും. എസ്കലേറ്ററുകൾ പോലും പലപ്പോഴും നേർക്ക് നേർ വെക്കാറില്ല. കാരണം ഒരു ഫ്ലോർ മുഴുവൻ നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കൂടുതൽ ഷോപ്പുകൾ നമ്മളെ കാണിക്കാൻ ഇടയാക്കും. ഫുഡ് കോർട്ട് സാധാരണ മുകളിലത്തെ നിലയിൽ തന്നെ ആയിരിക്കും. ഫുഡ് കോർട്ട് തപ്പി പോകുന്നത് വഴി നമ്മൾ തന്നെ കയറിയ ചില ഷോപ്പുകൾ ആലോചിച്ചാൽ മതി ഇതിന്റെ കാരണം പിടികിട്ടും. ഇതാണ് ബിസിനസ്സിൽ പറയുന്ന പ്ലാറ്റ്ഫോം ബിസിനസ് മോഡൽ. എല്ലാ പ്രോഡക്റ്റും സ്വന്തമായി വിറ്റാൽ മാത്രമല്ല റവന്യൂ ഉണ്ടാവുക, മറ്റുള്ളവർക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നൽകിയാലും റവന്യൂ ഉണ്ടാവും. ആ ഇക്കോസിസ്റ്റത്തിന് റെന്റ്, മെയിൻ്റനൻസ്, പാർക്കിംഗ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, റീറ്റെയിൽ, ഇങ്ങനെ പല പല റവന്യൂ സ്ട്രീംസ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.